ടി.പി. വധക്കേസിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ വെറുതെ വിട്ടതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു RMP. ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പി മോഹൻ അടക്കമുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. വിധി പൂർണ്ണമായി പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കുമെന്നായിരുന്നു പി മോഹനന്റെ പ്രതികരണം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലീസ് അന്വേഷണത്തെ പ്രശംസിച്ചു. പോലീസിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുണ്ടാക്കിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അന്ന് ആ ഇൻവെസ്റ്റിഗേഷന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യണം. കൊലപാതകത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതൃത്വത്തെ കണ്ടെത്താനുള്ള പോരാട്ടം തുടരുമെന്ന് RMP. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പി മോഹനനെ വെറുതെ വിട്ടതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി N. വേണു. ഈ വിധിയെ RMP സ്വാഗതം ചെയ്യുക. ഇവിടെ CPM ചെയ്യേണ്ടത് ധാർമ്മികമായി ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, കാരണം CPM ലീഡർഷിപ്പിൻ്റെ ആലോചനയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നത് എന്നല്ല, അംഗീകരിക്കാനുള്ള മാന്യത CPMന്റെ കേരള നേതൃത്വം തയ്യാറാകണം. എന്നാൽ ടി.പി. കേസിൽ CPIM നേതൃത്വത്തിനെതിരെ കടന്നാക്രമണം നടന്നെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പി മോഹനനെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴാണ് പാർട്ടി ഇടപെട്ടത്. കേസ് രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചതെന്നും MV ഗോവിന്ദൻ. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്, അത് ശരിയുമാണ്. ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമണം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോകുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചത്, അതാണ് കാര്യം. ടി.പി. വധക്കേസിൽ വലിയ നിയമയുദ്ധമാണ് നടന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 കോഴിക്കോട്.